കളനാട് ഓൾഡ് പി.ടി. മറിയം മെമ്മോറിയൽ ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ പുതിയ കെട്ടിടം സമർപ്പണം നടത്തി. 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം വെള്ളിയാഴ്ച രാവിലെ മണ്ഡലം എം.എൽ.എ. CH കുഞ്ഞമ്പുവാണ് ഉദ്ഘാടനം ചെയ്തത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കടവത്ത് അഹമ്മദ് ഹാജിയുടെ പേരമക്കൾ മേൽപ്പറമ്പ് മഠത്തിൽ അനുവദിച്ച സ്ഥലത്താണ് കളനാട് ഓൾഡ് പി.ടി. മറിയം മെമ്മോറിയൽ ഗവൺമെന്റ് എൽ.പി. സ്കൂളിന് വേണ്ടി പുതിയ കെട്ടിടം പണിതത്. ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തൊട്ടടുത്തുള്ള മദ്രസ കെട്ടിടത്തിലായിരുന്നു സ്കൂളിന്റെ പ്രവർത്തനം. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിൽ യാഥാർത്ഥ്യമാക്കിയ പുതിയ കെട്ടിടം വെള്ളിയാഴ്ച രാവിലെ മണ്ഡലം എം.എൽ.എ. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. പിണറായി ഗവൺമെന്റ് വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നാമത്തെ പരിഗണന കൊടുത്തത് വിദ്യാഭ്യാസ മേഖലക്കാണ്. നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കണം, നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ശക്തിപ്പെടുത്തണം, ലോകത്തെ മറ്റ് വിദ്യാർത്ഥികളോട് മത്സരിക്കാനുള്ള ത്രാണി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം, അധ്യാപകന്മാർ നന്നായി പ്രാക്ടീസ് ചെയ്യണം, കൂടുതൽ പഠിക്കണം, കൂടുതൽ അവർക്ക് കോച്ചിങ് കൊടുക്കണം. ആ നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി മാറ്റം വരുത്താൻ സർക്കാർ തീരുമാനിച്ചു. ഇതിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, പറയലല്ല, അത് പ്രാവർത്തികമാക്കണം. പറയാൻ എളുപ്പമാണ്. അതിനുവേണ്ടി കഴിഞ്ഞ 10 കൊല്ലക്കാലം നടത്തിയ ഭഗീരഥ ശ്രമത്തിന്റെ ഫലമായി ഏകദേശം 6000 കോടിയോളം രൂപ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വിനിയോഗിച്ചു. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ ഏറ്റവും നന്നായി പഠിക്കുന്ന മെഡിക്കന്മാരും മെഡിക്കുകളുമായി കുറെ കഴിയുമ്പോൾ അങ്ങനെയല്ല, അതറിയോ, ആടെ ചേർത്താൽ കുട്ടികൾ പഠിക്കുക. ഇതായിരുന്നല്ലോ ഉദാഹരണം. ചടങ്ങിൽ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ അധ്യക്ഷയായി. സ്കൂൾ കെട്ടിടത്തിനായി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ അഹമ്മദ് സക്കീർ കടവത്ത്, അഹമ്മദ് റഫീഖ് കടവത്ത്, സഫർ അലി കടവത്ത്, മുൻ അധ്യാപകൻ കൃഷ്ണൻ മാസ്റ്റർ, കെട്ടിട നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചവർ എന്നിവർക്കും ഉദ്ഘാടന വേദിയിൽ ആദരവ് നൽകി. കുട്ടികൾക്ക് പെട്രോ ഗ്രൂപ്പ് അനുവദിച്ച യൂണിഫോമിന്റെ പ്രകാശന കർമ്മവും എം.എൽ.എ. നിർവഹിച്ചു. ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറിയും KDP സ്പെഷ്യൽ ഓഫീസറുമായ V. ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M. ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെമ്മനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ കുരിക്കൽ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസുദ്ദീൻ തെക്കിൽ, രമാ ഗംഗാധരൻ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബദറുൽ മുനീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഹമ്മദ് കല്ലട, അബ്ദുൽ കലാം സഹദുള്ള, കാസർഗോഡ് AEO അഗസ്റ്റിൻ ബെർണാഡ് മന്തേരോ, കാസർഗോഡ് BPC T. ഖാസിം, ഒറവങ്കര ഗളിർ മസ്ജിദ് സെക്രട്ടറി ഇബ്രാഹിം, കീഴൂർ ശ്രീശാസ്ത ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വിജയൻ പള്ളിയിൽ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അബ്ദുൽ ഖാദർ കളനാട്, കുമാരൻ മഠത്തിൽ, സന്ദീപ്, സ്കൂൾ SMC ചെയർമാൻ ആരിഫ് ഒറവങ്കര, വൈസ് ചെയർമാൻ സമീർ അഹമ്മദ്, മദർ PTA പ്രസിഡന്റ് T. നസീര, MK അബൂബക്കർ, നസീർ ഒറവങ്കര, TM അബ്ദുൾ റഹ്മാൻ തുരുത്തി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക P. ബിന്ദു സ്വാഗതവും PTA പ്രസിഡന്റ് ഉബൈദ് നാലപ്പാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.